ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും അക്കൗണ്ടുകൾ കാലിയാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. സാധാരണക്കാരുടെ, പണക്കാരുടെ എന്ന് വേണ്ട റിസർവ് ബാങ്ക് വരെ കാലിയായാൽ നിങ്ങളുടെ ഒരൊറ്റ ക്ലിക്ക് ചിലപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമായേക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ അതും തള്ളിക്കളയാനാവില്ല. ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങളും ബോംബുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളുമൊക്കെ ഇനി ഓൾഡ് ഫാഷൻ. ദ ട്രെൻഡ് ഈസ് ഡിജിറ്റൽ വാർ. ടു ബി മോർ പ്രിസൈസ്, AI വാർ. മിസൈൽസ്, ന്യൂക്ലിയർ ബോംബ്സ് എന്നിവയ്ക്ക് പകരം ഇനി വരാൻ പോകുന്നത് വൈറസ്, മാൾവെയർ, ആഡ്വെയർ, റാൻസംവെയർ എന്നിങ്ങനെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പേരുകളാണ്. എല്ലാം ഒരൊറ്റ ലക്ഷ്യം: ഫിഷിംഗ്. ഇന്ത്യയെ ഒന്നടങ്കം വിറപ്പിച്ച 79 മില്യൺ ഫിഷിംഗ് അറ്റാക്സ് തകർത്തത് 30 ലക്ഷം പേരുടെ ജീവിതങ്ങളാണ്. നഷ്ടപ്പെട്ടത് 1200 കോടികൾ. എന്താണ് ഫിഷിംഗ്? സ്പെല്ലിംഗ് വേറെയാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച മീൻപിടുത്തവുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട്. ഒരു മീനിനെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യും? എന്ത് ഇരയിട്ടാലാണ് മീൻ കൊത്തുക എന്ന് ആദ്യം മനസ്സിലാക്കും. കൊത്താൻ സാധ്യതയുള്ള കൂടിയ ഇര തന്നെ സെലക്ട് ചെയ്ത് കൊത്തുമെന്ന് ഉറപ്പുവരുത്തും. ശേഷം മീനുകൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളിടത്ത് ശബ്ദമുണ്ടാക്കാതെ, ചൂണ്ട അനക്കാതെ ക്ഷമയോടെ കാത്തിരിക്കും. ഇത് തന്നെയാണ് ഫിഷിംഗ്. നിങ്ങളെ തേടി പിടിച്ചായിരിക്കും അറ്റാക്ക് വരുന്നത്. ഡെയിലി ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് ബാങ്ക് മെസ്സേജുകൾ വഴി, ജോലി അന്വേഷിക്കുന്നവർക്ക് വലിയ വലിയ കമ്പനികളുടെ ജോബ് ഓഫറുകൾ വഴി, ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ അഡ്രസ് ഇല്ലാതെ, പേരില്ലാതെ, എന്തിന് രൂപം പോലും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ പൈസ അടിച്ചുകൊണ്ട് പോയാൽ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? പൈസ തിരിച്ചു കിട്ടുമോ? പോയ സമാധാനം തിരിച്ചു വരും. 2007 നടന്നൊരു സംഭവം നോക്കാം. അമേരിക്കയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ വന്ന വ്യാജ ഇമെയിലുകൾ വഴി ലക്ഷക്കണക്കിന് ആളുകളുടെ ഏകദേശം 3.2 ബില്യൺ മോഷ്ടിച്ചു. 3.2 ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു കണക്ക് പറഞ്ഞു തരാം. കേരള സർക്കാരിന്റെ ഒരു വർഷത്തെ മുഴുവൻ ബജറ്റ് ഏകദേശം 1.5 ലക്ഷം കോടിയാണ്. ഈ തട്ടിപ്പിൽ പോയ പണം കേരള ബജറ്റിന്റെ 17%. അതായത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് മുഴുവൻ പണിയാൻ വേണ്ട പണത്തിന്റെ 10 ഇരട്ടി. ഇത് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. പതുക്കെ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കബളിപ്പിച്ചാണ് ഇത്രയും വലിയ തുക അപഹരിച്ചത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? വ്യാജ ഇമെയിൽ അമേരിക്കയിലെ കോടിക്കണക്കിന് ആളുകളുടെ ഇമെയിലിൽ വന്നു. IRS നിന്ന് നിങ്ങൾക്ക് $2500 ടാക്സ് റീഫണ്ട് കിട്ടാനുണ്ട്. ഈ ഫോം പൂരിപ്പിച്ചയച്ചാൽ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിക്കാം. സർക്കാർ പണം തിരിച്ചു നൽകുന്നു എന്ന് വിചാരിച്ച് അവരുടെ നെയിം, അഡ്രസ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സ്, പാസ്വേഡ്സ് തുടങ്ങി എല്ലാ ക്രെഡൻഷ്യൽസും ഷെയർ ചെയ്യുന്നു. ഐഡന്റിറ്റി തെഫ്റ്റ് കള്ളന്മാർ ഈ വിവരങ്ങൾ വെച്ച് വ്യാജ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു. യഥാർത്ഥ ആളുകളുടെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി റീഫണ്ട് വാങ്ങിയെടുത്തു. ഇത് കേരളത്തിലുണ്ടായാൽ എങ്ങനെയാകും? കേരളത്തിലെ 3 കോടി മൊബൈൽ ഉപഭോക്താക്കൾക്കും ഇങ്ങനെ ഒരു SMS വന്നാൽ അമേരിക്കയിൽ 30 ലക്ഷം പേർ കുടുങ്ങിയെങ്കിൽ കേരളത്തിൽ കുറഞ്ഞത് 50 ലക്ഷം പേരെങ്കിലും കുടുങ്ങും. അവിടെ 26,000 കോടി നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ അത് 44,000 കോടി. ഇത് മുഴുവൻ കേരള സ്റ്റേറ്റ് ബജറ്റിന്റെ ഏതാണ്ട് 35% വരും. ഇതെല്ലാം എന്തുകൊണ്ട് ആളുകൾ വിശ്വസിച്ചു എന്ന് നോക്കാം. ഗവൺമെന്റ് ലുക്കിംഗ് നെയിം. IRS അമേരിക്കയിലെ യഥാർത്ഥ സർക്കാർ വകുപ്പാണെന്ന് ഓർക്കണം. റീഫണ്ട് എന്ന വാക്ക് ആർക്കും ഇഷ്ടമാണ്. പണം തിരിച്ചു കിട്ടുന്നത്. പ്രൊഫഷണൽ ലുക്ക്. ഇമെയിലുകൾ വളരെ പ്രൊഫഷണലായി ഉണ്ടാക്കിയിരുന്നു. ഫിയർ ഫാക്ടർ. ഇപ്പോൾ അയച്ചില്ലെങ്കിൽ റീഫണ്ട് കിട്ടില്ല എന്ന പേടി. ഫിഷിങ്ങിനെ 5 ആയി തിരിക്കാം. ഫസ്റ്റ് വൺ, വോയിസ് ഫിഷിംഗ്. ഫോൺ കോൾ വഴി ബാങ്ക്, കൊറിയർ, ഗവൺമെന്റ് ഒഫീഷ്യൽസായി നടിച്ച് OTP, അക്കൗണ്ട് നമ്പർ പോലുള്ള ഇൻഫോകൾ ചോർത്തുന്നത്. സെക്കൻഡ് വൺ, SMS ഫിഷിംഗ്. ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, നിങ്ങളുടെ പാഴ്സലാണ്, അല്ലെങ്കിൽ റിവാർഡ് ലഭിക്കാൻ OTP കൊടുക്കൂ എന്നതുപോലെയുള്ള SMS ചതികൾ. തേർഡ് വൺ, പേജ് ഹൈജാക്കിംഗ്. ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തോന്നുന്ന ഡ്യൂപ്ലിക്കേറ്റ് ലോഗിൻ പേജിൽ ഉപഭോക്താവിനെ ട്രാപ്പ് ചെയ്ത് പാസ്വേഡ് ക്യാപ്ചർ ചെയ്യൽ. ഫോർത്ത് വൺ, QR കോഡ് ഫിഷിംഗ്. സ്കാൻ ചെയ്യുമ്പോൾ സെക്യൂർ സൈറ്റിലല്ല, ഫേക്ക് സൈറ്റിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി റെസ്റ്റോറൻറ്റ്സ്, പോസ്റ്റേഴ്സ്, പേയ്മെന്റ്സ് വഴി. ആൻഡ് ദ ലാസ്റ്റ് വൺ, മാൻ ഇൻ ദ മിഡിൽ ഫിഷിംഗ്. നിങ്ങൾക്കും ബാങ്കിനും ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ ഡേറ്റ സീക്രട്ട്ലി ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഫേക്ക് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാമായിരുന്നു? യഥാർത്ഥ IRS ഒരിക്കലും ഇമെയിലുകൾ വഴി പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോദിക്കില്ല. നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും SMS വഴി പാൻ നമ്പർ ചോദിക്കാറില്ല. ഇപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ റീഫണ്ട് പോകും. യഥാർത്ഥ ഗവൺമെന്റ് പ്രോസസ്സുകളൊന്നും ഇത്ര വേഗത്തിൽ നടക്കാറില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വലിയ റീഫണ്ട്, ഇന്ന് മാത്രം ഓഫർ എന്ന് പച്ചക്കറി കടക്കാരൻ പറയുന്നത് പോലെ. ഉദാഹരണത്തിന്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് പ്രീമിയം തിരിച്ചു കിട്ടാനുണ്ട്, ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പറയുക എന്നൊക്കെയുള്ള കോൾ വന്നാൽ യു ഷുഡ് ബി അലേർട്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫിഷിംഗ് അറ്റാക്കുകളുടെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. തട്ടിപ്പുകൾ വന്നാൽ നേരിടാൻ തയ്യാറായിരിക്കൂ. ബിക്കോസ് AI ഈസ് വാച്ചിങ് യു.